ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി സ്പോട്ട് ലൈവിലേക്ക് പ്രധാനമന്ത്രിയെ മാതൃകയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ശബരിമലയെന്ന് ഉപയോഗിച്ചില്ലെന്നും ഇത് എല്ലാവരും മാതൃകയാക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, പക്ഷേ ദൈവത്തിന്റെ പേര് പറയുകയല്ല വേണ്ടത്. ചട്ടം ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്ന് ടിക്കാറാം മീണ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി ശബരിമലയെപ്പറ്റി പരാമർശിക്കാതിരുന്നതിനെ പ്രശംസിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ രംഗത്ത് വന്നിരിക്കുന്നത്. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ശബരിമല എന്ന വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ടിക്കാറാം മീണ ഈ ശൈലി എല്ലാവരും മാതൃകയാക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ എല്ലാവരും ശബരിമലയുടെ പരാമർശ കാര്യത്തിൽ മാതൃകയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും മുന്നറിയിപ്പായാണ് മീണ ഇക്കാര്യം പറഞ്ഞത്. പെരുമാറ്റച്ചട്ടത്തിന് ചില ലക്ഷ്മണ രേഖയുണ്ടെന്നും അത് എല്ലാവരും പാലിക്കണമെന്നും പറഞ്ഞ മീണ ലക്ഷ്മണ രേഖ കടന്നാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചു നൽകിയിരിക്കുന്നു. കാസർഗോഡ്, തൃശൂർ, കൊല്ലം കളക്ടർമാർക്ക് ലഭിച്ച പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ അവർക്ക് യുക്തമായ നടപടി സ്വീകരിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ കോഴിക്കോട് നടന്ന പ്രസംഗത്തിൽ അണികളെ ആവശ്യത്തിലാക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയുടെ കാര്യത്തിൽ ലക്ഷ്മണ രേഖ കടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ടിക്കാറാം മീണ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP ശബരിമല തന്നെ പ്രചാരണായുധമാക്കും, വീണ്ടും അത് തന്നെയാണ് അജണ്ട BJPയുടെ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അടക്കം ഇതിൽ ലക്ഷ്മണ രേഖ കടന്നൊന്നും പറഞ്ഞിട്ടില്ല. അണികളെ ആവേശത്തിലും വിശ്വാസത്തിലും ഒക്കെ എടുക്കുമ്പോഴും ശബരിമല വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായതൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ശബരിമല പരാമർശിക്കുന്നവരൊക്കെ പ്രധാനമന്ത്രിയെ മാതൃകയാവണമെന്നാണ് ടിക്കാറാം മീണ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും BJP ശബരിമല വിഷയവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഗൗരവമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പ്രധാനമന്ത്രി പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ശബരിമലയെന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും ഇത് എല്ലാവരും മാതൃകയാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഓർമ്മിപ്പിക്കുമ്പോൾ BJP പ്രവർത്തകരൊക്കെ തന്നെ വലിയ ജാഗ്രതയിലാവുകയാണ്. ഏതായാലും ദൈവത്തിന്റെ പേര് പറയുകയല്ല വേണ്ടത്, ചട്ടം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നു. നേരത്തെ സുരേഷ് ഗോപി MP ഈ വിഷയത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. ശബരിമലയിൽ അയ്യപ്പന്റെ പേരുമൊക്കെ തൃശ്ശൂരിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ പല BJP നേതാക്കളും പലയിടത്തും ഇത്തരത്തിൽ പറയുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതിനിടയിലാണ് പ്രധാനമന്ത്രി കോഴിക്കോട് പ്രസംഗിച്ചതും ശബരിമല പരാമർശിക്കാതെ പോയതും. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ടിക്കാറാം മീണ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും.